നമസ്കാരം. എന്തുകൊണ്ട് കെജ്രിവാളിനെ വീഴ്ത്തിയ പർവേഷിനെ പോലും പരിഗണിക്കാതെ മുഖ്യമന്ത്രിയായി രേഖ ഗുപ്തയെ ബി.ജെ.പി. പരിഗണിച്ചു. ഡൽഹിയുടെ 4ാമത് വനിതാ മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് പിന്നാലെയാണ് ഇത് ചർച്ചയാകുന്നത്. പർവേഷ് വർമ്മയെ പോലെയുള്ള ഒരാളെ മറികടന്ന രേഖ ഗുപ്തയെ ബി.ജെ.പി. തിരഞ്ഞെടുത്തതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് തിരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ച സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ ഏകീകരിക്കാനുള്ള ബി.ജെ.പിയുടെ തന്ത്രമാണ്. പ്രകടന പത്രികയിൽ ബി.ജെ.പി. ഡൽഹിയിലെ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ ധനസഹായം ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. ഇത് മാർച്ച് മുതൽ നടപ്പാക്കുമെന്ന് സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ രേഖ ഗുപ്ത ഉറപ്പു നൽകിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സ്ത്രീ വോട്ടർമാരെ ആശ്രയിക്കുന്നെങ്കിലും പക്ഷേ അവരെ മുഖ്യമന്ത്രിമാരായി നിയമിക്കുന്നില്ല എന്ന ധാരണ തകർക്കുക എന്നതും ബി.ജെ.പി. ഇതുവഴി ലക്ഷ്യമിടുന്നുണ്ട്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പിയുടെ പ്രധാന പ്രചരണവും ഇതുതന്നെയായിരിക്കും. രേഖ ഗുപ്ത ബനിയ സമുദായത്തിൽ നിന്നുള്ള ആളാണ്. പ്രധാനമായും വ്യാപാരികളാണ് ഈ വിഭാഗത്തിൽ നിന്നുള്ളവർ. വാജ്പേയി അദ്വാനി കാലഘട്ടം മുതൽ വ്യാപാരി സമൂഹം ബി.ജെ.പിയുടെ പ്രധാന വോട്ടർമാരാണ്. ബി.ജെ.പിയുടെ ഡൽഹി ഘടകത്തിന്റെ നട്ടെല്ലാണ് ബനിയകൾ. സർക്കാരിന്റെ നയങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണെങ്കിലും രേഖ ഗുപ്തയുടെ നിയമനം ആ ബന്ധം കൂടുതൽ ഉറപ്പിക്കും. താഴെത്തട്ടിൽ നിന്ന് വരുന്നവർക്ക് ഉന്നത സ്ഥാനം നൽകുക എന്ന സന്ദേശം കൂടി ബി.ജെ.പി. ഇതിനൊപ്പം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇക്കാര്യം നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കുന്നു. ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത രേഖ ഗുപ്തയ്ക്ക് അഭിനന്ദനങ്ങൾ. അവർ താഴെത്തട്ടിൽ നിന്നും ഉയർന്നു വന്ന ആളാണ്. ക്യാമ്പസ് രാഷ്ട്രീയത്തിലും സംസ്ഥാന സംഘടനയിലും മുനിസിപ്പൽ ഭരണത്തിലും സജീവമായെന്നും മോദി ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ അവർ എം.എൽ.എയും മുഖ്യമന്ത്രിയുമായി എന്നും ഡൽഹിയുടെ വികസനത്തിനായി അവർ പൂർണ്ണ ശക്തിയോടെ പ്രവർത്തിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും മോദി കൂട്ടിച്ചേർത്തു. ബി.ജെ.പി. പുതിയ നേതാക്കളെ വളർത്തിയെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ തെളിവാണ് രേഖ ഗുപ്തയുടെ മുഖ്യമന്ത്രി സ്ഥാനം. 27 വർഷത്തിനു ശേഷമാണ് ഡൽഹിയിൽ ബി.ജെ.പിയുടെ സർക്കാർ അധികാരത്തിലേറുന്നത്. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിലും ആം ആദ്മി തരംഗത്തിൽ 10 സീറ്റ് പോലും തികച്ചു നേടാൻ ബി.ജെ.പിക്ക് സാധിച്ചിരുന്നില്ല. രാജ്യ തലസ്ഥാനമായതിനാൽ തന്നെ ബി.ജെ.പി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുൻനിര നേതാക്കളെയായിരിക്കും പരിഗണിക്കുക എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. പർവേഷ് വർമ്മയെ ആയിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അധികം സാധ്യത കൽപ്പിച്ചിരുന്നത്. ആം ആദ്മി പാർട്ടി മേധാവി അരവിന്ദ് കെജ്രിവാളിനെ ന്യൂഡൽഹി മണ്ഡലത്തിൽ പരാജയപ്പെടുത്തിയാണ് പർവേഷ് ഡൽഹി നിയമസഭയിലെത്തിയത്. വിജേന്ദർ ഗുപ്ത, ആശിഷ് സൂദ് തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ പേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായാണ് ഇവരെയെല്ലാം മറികടന്ന് 50-കാരിയായ രേഖയെ ബി.ജെ.പി. തിരഞ്ഞെടുത്തത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യു.എസിലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.